തുടങ്ങിക്കോ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാഹ്. അപ്പൊ നമ്മള് ഇതിൽ പറഞ്ഞതുപോലെ അല്ലെ, നമ്മള് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പറയും അല്ലെ. എനിക്ക് ഒരുപക്ഷെ നരകത്തെക്കാൾ നമ്മൾ പറയാറുള്ളത്, ഡിസ്കസ് ചെയ്യാറുള്ള സ്വർഗത്തെക്കുറിച്ചാണ്, അതിന്റെ പ്രതിഫലത്തെക്കുറിച്ചും. വിശാലമായ സ്വർഗം അല്ലെ. പിന്നെ പക്ഷെ അത് മാത്രം പറഞ്ഞാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് നരകത്തിന്റെ കുറിച്ചും പറയണം അല്ലെ. പിന്നെ നരകത്തെ കുറിച്ച് മാത്രമല്ല, ഇതിന്റെ ഭയാനതയെ കുറിച്ചും നമ്മൾ പറയേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ അതിൽ കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുന്നേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതിലെ ആളുകളെ കുറിച്ചും എന്ത് കാരണം കൊണ്ടാണ് ഓരോരുത്തരും നരകത്തിൽ എത്തിപ്പെടുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരസ്പരം ഒന്ന് ഉണർത്തേണ്ടതുണ്ട് അല്ലെ. എന്നാലും നമ്മൾ അതിനെ കുറിച്ച് ബോധവാന്മാരാവുള്ളൂ. അപ്പം നരകം, അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അവിശ്വസിച്ചവർക്കും തന്റെ ദീനിനെ ധിക്കരിച്ചവർക്കും ദൂതന്മാരെ കളവാക്കിയവർക്കും ഒരുക്കി വെച്ച ഭവനമാകുന്നു നരകം അല്ലെങ്കിൽ അന്നാർ. അവിടെ വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ ശത്രുക്കളെ ശിക്ഷിക്കുന്നത്. കുറ്റവാളികളെ പാർപ്പിക്കുവാനുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തടവറയാകുന്നു നരകം. അപ്പൊ നമ്മൾ സൂറത്ത് ബഖറയിൽ കണ്ടിരുന്നു അല്ലെ, വിജയികളുടെ ലക്ഷണം അല്ലെങ്കിൽ മുത്തഖീങ്ങളുടെ ലക്ഷണം അല്ലെ. അതിലെന്താ പറയുന്നത്? അല്ലദീന യുക്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുക്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ അല്ലേ. അപ്പം വിജയികൾ അല്ലെങ്കിൽ മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾ എന്താ? അവര് ഗൈബിൽ വിശ്വസിക്കും അല്ലെ. ഗൈബായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, സ്വർഗം, നരകം, അള്ളാഹുവില്, പിന്നെ സ്വർഗം, നരകം, മലക്കുകൾ, എല്ലാത്തിലും അവര് വിശ്വസിക്കും. അതേപോലെ അവര് നമസ്കാരം, അത് അതിന്റെ അല്ലെ സമയം നിർണിതമായി തന്നെ അവര് നമസ്കരിക്കും. അതുപോലെ പിന്നെ അവര് ചെലവഴിക്കും അല്ലെ, തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള സ്വത്തുക്കളിൽ നിന്ന് അവർ ചെലവഴിക്കും. പിന്നെ വേദഗ്രന്ഥങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ളതും മുൻകാല വേദഗ്രന്ഥങ്ങൾ അവർ വിശ്വസിക്കും. അതുപോലെ ആഖിറത്തിൽ ദൃഢമായി അവർ വിശ്വസിക്കും അല്ലെ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സൂറത്ത് ബഖറയിൽ തന്നെ നമുക്ക് കാണാം, വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദൃഷ്ടാന്തങ്ങൾ അവിശ്വസിക്കുകയും പിന്നെ കളവാക്കുകയും ചെയ്യുന്നത് ആരാ? അവർക്കാണ് എന്ത്? നരകം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ള അല്ലെ. അവരതില് നിത്യവാസികളായിരിക്കും, അവരാണ് നരകത്തിന്റെ ആളുകള്. അപ്പം അള്ളാഹുല് വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, പിന്നെ അവന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലെ, പരിശുദ്ധ ഖുർആനിലും അതുപോലെ മറ്റു ദൃഷ്ടാന്തങ്ങളിലും വിശ്വസിക്കുക. നമ്മൾ ഇതിൽ ഒന്നിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ അല്ലെ. അള്ളാഹുല് വിശ്വസിച്ചു, പക്ഷെ പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവാചകനിൽ വിശ്വസിക്കില്ല. അപ്പൊ അവിടെ വിശ്വാസം പൂർണ്ണമാവുന്നില്ല അല്ലെ. ഇതെല്ലാം എന്താ? കണക്റ്റഡ് ആണ്. അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കേണ്ടതുണ്ട്, അവന്റെ കിതാബുകളിലും ഒരു സത്യവിശ്വാസി വിശ്വസിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പം അതിനെ കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത്? നരകം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് കൊടിയ നിന്ദതയാണ്, അതുപോലെ കടുത്ത നഷ്ടവും അത്രേ. അതിനേക്കാൾ വലിയ നിന്ദതയും നഷ്ടവും വേറെ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു അല്ലെ, സൂറത്ത് ആൽ ഇംറാൻ നമുക്ക് കാണാം, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഹ്സൈതഹു വമാ ലിസ്സാലിമീന മിൻ അൻസ്വാർ അല്ലെ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വല്ലവനെ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ നിന്ദ്യനാക്കി കഴിഞ്ഞു അല്ലെ. അപ്പം നരകത്തിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും നിന്ദ്യനാണ് അല്ലെ, ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് അല്ലെ. അപ്പം അത് അക്രമികൾക്ക് ആരാ? സഹായികളായിട്ട് വേറെ ആരുമില്ല. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് അല്ലെ. ഇത് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്ന അല്ലെ, പറയാണ് അവര്. ഇപ്പൊ എന്താണ് ഇത്? നരകത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാല് അവൻ നിന്ദ്യനായി കഴിഞ്ഞു. അതുപോലെ സൂറത്ത് തൗബയിൽ നമുക്ക് 63-ാമത്തെ ആയത്തിൽ കാണാം,
വല്ലവനും അള്ളാഹുവോടും അവന്റെ ദൂതനോടും എതിർത്തു നിൽക്കുന്ന പക്ഷം അവന് നരകാഗ്നിയാണ് ഉണ്ടായിരിക്കുക, അവൻ അതിൽ നിത്യവാസിയായിരിക്കുമെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ലേ. അതാണ് വമ്പിച്ച അപമാനം. അപ്പം പറഞ്ഞല്ലേ, നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ നിന്ദ്യത അല്ലെങ്കിൽ അപമാനം ഇല്ല, വേറെ ഒന്നുമില്ല. അതുപോലെ അവരാണ് നഷ്ടക്കാര്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സ്വദേഹങ്ങൾക്കും തങ്ങളുടെ ആളുകൾക്കും നഷ്ടം വരുത്തി വെച്ചവരാരോ അവരെത്രേ തീർച്ചയായും നഷ്ടക്കാര്. അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. പിന്നെ നമുക്കറിയാം, നാവുകൾക്ക് പറഞ്ഞു ഫലിപ്പിക്കാനും അതുപോലെ എഴുതി തീർക്കാനും കഴിയാത്തത്ര വിധമാണ് നരകാഗ്നിയിലെ ആദികളും വേദനകളും ശിക്ഷാ മുറകളും, അല്ലെ. അവയോടൊപ്പം അത് ശാശ്വതമാണ്. അവിശ്വാസികളായിട്ടുള്ള പാപികൾ അതിൽ നിത്യവാസികളാണ്. അതാണ് ഏറ്റവും വലിയ ട്രാജഡി നമുക്ക് പറയാം, അല്ലെ. കാരണം അവിടെ മരണമില്ല, മരണം കഴിഞ്ഞു, അല്ലെ. സ്വർഗവാസികൾക്കും ഈ പറഞ്ഞ പോലെ അവര് ശാശ്വതമായിട്ട് സ്വർഗത്തിൽ വസിക്കുന്നവരാണ്. അതുപോലെ നരകത്തിലെ ശിക്ഷ അത് കഴിയുന്നില്ല, അല്ലെ. ഇപ്പം ഒരാള് ചെയ്തതിന്റെ ഫലം ഒരു ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമുക്കറിയാം, തൊലികളിലെ എന്ത് പോയി കഴിഞ്ഞാല് പുതിയ തൊലികൾ വരും. മാത്രല്ല നരകത്തിലെ ആളുകളിൽ അവര് ഭീമാകാരന്മാരായിരിക്കും, അല്ലെ. നമ്മള് ഇന്ന് ഈ കാണുന്ന പോലെയുള്ള ശരീരം ഉള്ളവരായിരിക്കൂല, അല്ലെ. അവര് വലിയ വമ്പിച്ച ദേഹങ്ങൾ ഉള്ളവരായിരിക്കും. കാരണം ശിക്ഷ ആസ്വദിക്കാൻ, അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാ, ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാഠിന്യം, അല്ലെ, ആ ഒരു കാഠിന്യം അവർക്ക് ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും നരകം ചീത്തയായിട്ടൊരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. ഇന്നഹ സഅത് മുസ്തഖറൻ വ മുഖാമ. നമുക്കറിയാം, അല്ലെ, സൂറത്തുൽ ഫുർഖാനില്. അതുപോലെ ഇതത്രേ അവരുടെ അവസ്ഥ. തീർച്ചയായും ധിക്കാരികൾക്ക് മടങ്ങി ചെല്ലുവാൻ മോശപ്പെട്ട സ്ഥാനമാണുള്ളത്. നരകം എത്രേ അത്, അവരതിൽ കത്തിയെരിയും. അതെത്രേ മോശമായിട്ടുള്ള വിശ്രമസ്ഥാനം. ഇനി നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? അതൊരു നമുക്കറിയാം, അല്ലെ. സ്വർഗവും നരകവും ഓൾറെഡി സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ, സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് ഈ നമുക്കറിയാം, ഈ ഒരു ഓൾറെഡി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും സൃഷ്ടിച്ചിട്ടുണ്ട്, അതുപോലെ നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതില് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ഏകാഭിപ്രായം അതിൽ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ്. എല്ലാവരും വിശ്വസിക്കുന്നത് സ്വർഗവും നരകവും, അല്ലെ, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ്. പക്ഷേ മുഅ്തസില വിഭാഗവും അതുപോലെ ഖദരിയ്യത്തുമാണ് ഈ വിശ്വാസത്തെ നിഷേധിക്കുന്നത്. അവര് പറയണത് എന്താ വെച്ചാല് അള്ളാഹു അന്ത്യനാളിലാണ് അവയെ സൃഷ്ടിക്കുക എന്നതാണ്. അപ്പം ഇവര് മാത്രം, മുഅ്തസില വിഭാഗവും ഖദരിയ്യത്തും, അവര് പറയണത് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിലാണ് നരകത്തെ സൃഷ്ടിക്കുക എന്നാണ്. പിന്നെ അപ്പം എല്ലാവരും വിശ്വസിക്കുന്നു, ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് നരകത്തെ ഓൾറെഡി അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ നരകം എവിടെയാണെന്ന് സ്ഥിതി ചെയ്യുന്നതെന്ന് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. സ്വർഗവും നരകവും ഇന്ന് എവിടെയാണെന്ന് നിർണയിക്കുന്ന ഒരു തെളിവും വ്യക്തമായി വന്നിട്ടില്ല. അവ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലാകുന്നു. കാരണം നമുക്ക് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളെ കുറിച്ച്, അവന്റെ സർവ്വലോകത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല. പിന്നെ സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിലും അതുപോലെ തിരുസുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും, അല്ലെ. ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, അതേപോലെ ഉഇദ്ദത്തുലിൽ കാഫിരീൻ, അത് മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഉഇദ്ദത്തുലിൽ കാഫിരീൻ, അത് കാഫിരീങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഒരാൾ മരണപ്പെട്ടാല് പ്രഭാതത്തിലും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന്റെ ഇരിപ്പിടം അവന് മുൻപിൽ പ്രദർശിക്കപ്പെടും. അവൻ സ്വർഗവാസികളിൽ പെട്ടവനാണെങ്കിൽ സ്വർഗവാസികളുടെ ഇരിപ്പിടം കാണിക്കപ്പെടും. അവൻ നരകവാസികളിൽ പെട്ടവനാണെങ്കിലോ നരകവാസികളുടെ ഇരിപ്പിടം കാണിക്കപ്പെടും. അവനോട് പറയപ്പെടും, ഇതാണ് നിന്റെ ഇരിപ്പിടം. അന്ത്യനാളിൽ അള്ളാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ നീ ഇതിൽ ഇരിക്കുവാൻ എത്തുകയില്ല. ഇത് മുസ്ലിം അതുപോലെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാട്ടാ. അപ്പം സ്വർഗവാസികളുടെ അവസ്ഥ, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട് അയാൾ സ്വർഗവാസിയാണെങ്കിൽ അവർക്ക് എത്ര സന്തോഷമായിരിക്കും, അല്ലെ. എല്ലാ ദിവസവും തന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ സ്വർഗത്തിലെ സ്ഥാനമാണ് ആ വ്യക്തി കാണുന്നത്, അല്ലെ. സന്തോഷമായിരിക്കും എല്ലാ ദിവസവും ഖബറിലായിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത്, അല്ലെ. അല്ലെങ്കിൽ അത് അവന്റെ മുന്നിൽ തുറന്ന് കാണിക്കുകയാണ്. അതേ സമയത്ത് നരകവാസികളെ ഒരാൾ മരണപ്പെട്ട് അയാൾ നരകവാസിയാണെങ്കിൽ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്.
ആലോചിക്കാൻ വയ്യ അല്ലെ. അത് എത്ര അതൊരു ഭീകരമായ അവസ്ഥയല്ലേ. എന്നും രാവിലെ തന്റെ സ്ഥാന നരകത്തിൽ ആ ഇരിപ്പിടം കാണുകയാണ്, രാവിലെയും വൈകുന്നേരം അല്ലെ. അത് അന്ത്യദിനം സംഭവിക്കുന്ന വരെ അല്ലെ, അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതൊരു ഭീകരമായ അവസ്ഥയാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ സ്വർഗം കണ്ടു, അല്ലെങ്കിൽ സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു. അതിൽ നിന്ന് ഒരു മുന്തിരിക്കുല എടുക്കുവാൻ ഞാൻ തുനിഞ്ഞു. ഞാൻ അത് എടുത്തിരുന്നു എങ്കിൽ ദുനിയാവും അവശേഷിക്കുന്ന കാലം അത്രയും നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാമായിരുന്നു അല്ലെ. ഇത് നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ സ്വർഗം കണ്ടു, സ്വർഗത്തിലെ മുന്തിരിക്കോല എന്ന് ആലോചിച്ച് നോക്കല്ലേ. അള്ളാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്. ആ ഒരു മുന്തിരിക്കോല, ആ ചെറിയ ഒരു മുന്തിരിക്കോല എടുത്താൽ മാത്രം എന്താ ദുനിയാവിലെ അവശേഷിക്കുന്ന കാലം അത്രയും നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാമായിരുന്നു. അപ്പൊ അത് എത്രയായിരിക്കും അല്ലെ, ഇത്ര വിശാല, അല്ലെങ്കിൽ എന്താ പറയാ, അത് നമ്മളെ ലോകം അവസാനിക്കുന്നത് വരെ അതിൽ ഓരോ ആളുകൾക്ക് ഒന്നും കഴിക്കാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റൂല അല്ലെ. അതുപോലെ നരകം കണ്ടു. ഇന്ന് ഞാൻ കണ്ടതുപോലെ ഭയാനകമായ ഒരു രംഗം ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം സ്വർഗത്തെ കാണിച്ച പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നരകവും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു അല്ലെ, കാണിച്ചു കൊടുത്തു. സ്ത്രീകളെയാണ് നരകവാസികളിൽ അധികവും ഞാൻ കണ്ടത്. അതാണ് അല്ലെ, സ്ത്രീകളെയാണ് നരകവാസികളിൽ അധികവും ഞാൻ കണ്ടത്. ഇതും ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പെട്ടതാണ്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗം എന്നോട് അടുത്തു. ഞാൻ അതിനോട് തിടുക്കം കാട്ടിയിരുന്നെങ്കിൽ അതിലെ പഴക്കുലകളിൽ നിന്നും ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരുമായിരുന്നു. നരകം എന്നോട് അടുത്തു. ഞാൻ ചോദിച്ചു പോയി, രക്ഷിതാവേ, ഞാനും അവരോടൊപ്പം ആണോ അല്ലേ. പിന്നെ അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിശ്ചയമായി നരകം എന്നോട് അടുത്ത്, നരക ചൂട് ഞാൻ എന്റെ മുഖത്ത് നിന്ന് ഊതി മാറ്റുവോളം. അപ്പം സ്വർഗം എപ്രകാരമാണോ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അടുക്കപ്പെട്ടത്, അതുപോലെ തന്നെ നരകവും അടുത്ത് വന്നു എന്നാ പറയുന്നത്. അതായത് നരകച്ചൂട് ഞാൻ എന്റെ മുഖത്ത് നിന്ന് ഊതി മാറ്റുവോളം അതെന്നോട് അടുത്തു എന്നാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു ആണേ സത്യം. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുണ്ടായിരുന്നുള്ളൂ അല്ലെ, നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു. അപ്പം സ്വഹാബിമാര് ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ എന്താണ് കണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നരകവും സ്വർഗവും കണ്ടു അല്ലെ. അപ്പം ഇത് നമ്മുടെ മുമ്പിലാണ് നരകത്തെ തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മള് ചിരിക്കൂലായിരുന്നു അല്ലെ. നമ്മൾ വളരെ ഇന്ന് ഈ കാണുന്ന പോലെ ആനന്ദത്തില് അല്ലെ നമ്മള് അധികം സന്തോഷിക്കൂലായിരുന്നു, വളരെ കുറച്ചേ ചിരിക്കാറുണ്ടായിരുന്നു, ബാക്കി നമ്മളെന്താ കരഞ്ഞു പോകൂലേ. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സ്വർഗവും നരകവും സൃഷ്ടിച്ചപ്പോ, നമുക്കിത് അറിയുന്ന ഹദീസാണ് കേട്ടാ, ജിബ്രീലിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. അള്ളാഹു പറഞ്ഞു, ജിബ്രീൽ താങ്കൾ പോകുക, സ്വർഗത്തിലേക്കും സ്വർഗവാസികൾക്ക് ഞാൻ ഒരുക്കി വെച്ചതിലേക്കും നോക്കുക. അനന്തരം ജിബ്രീൽ പോയി സ്വർഗത്തിലേക്കും സ്വർഗവാസികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചതിലേക്കും നോക്കി. ശേഷം മടങ്ങി വന്ന് പറഞ്ഞു, നിന്റെ പ്രതാപമാണ് സത്യം, സ്വർഗത്തെക്കുറിച്ച് ആരും കേൾക്കുകയില്ല അതിലേക്ക് പ്രവേശിക്കാതെ അല്ലെ. അപ്പം സ്വർഗം മക്കാരിഹുകൾ അല്ലെ, പ്രയാസങ്ങൾ കൊണ്ട് പൊതിയുവാൻ കൽപ്പിക്കപ്പെട്ടു. അപ്രകാരം സ്വർഗം പ്രയാസങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ മടങ്ങി സ്വർഗത്തിലേക്കും അതിന്റെ ആളുകൾക്ക് ഞാൻ ഒരുക്കിയതിലേക്ക് നോക്കുക. ജിബ്രീൽ അതിലേക്ക് പോയി നോക്കി. ശേഷം മടങ്ങി വന്ന് പറഞ്ഞു, നിന്റെ പ്രതാപമാണ് സത്യം, ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു അല്ലെ. ആദ്യം സ്വർഗവും അതിലെ ഒരുക്കി വെച്ചതും പോയി കാണാൻ ജിബ്രീൽ അലൈഹിസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പോയി കണ്ടു വന്നപ്പോ അല്ലെ, ആരും ഇതിൽ പ്രവേശിക്കാതിരിക്കൂല. ഞാൻ വളരെ സന്തോഷത്തിൽ വന്ന് പറയാണ്. പക്ഷെ അതിനുശേഷം പ്രയാസങ്ങളും അല്ലെ പ്രതിസന്ധികളെയും കൊണ്ട് നിറച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം, അതേ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു അല്ലെ, ഞാനും ഇതിൽ കടക്കൂലേ എന്ന് ഞാൻ ഭയപ്പെട്ടു പോവാണ്, ഞാനും ഇതിൽ പ്രവേശിച്ചു പോകൂലേ എന്നുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, വെറുതെ ഒന്നും നമുക്ക് സ്വർഗം ലഭിക്കൂല, കുറച്ച് പ്രയാസം അല്ലെ, നിങ്ങൾ അത് അനുഭവിക്കുക തന്നെ വേണം. അങ്ങനെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല എന്ത് സ്വർഗം അല്ലെ. പക്ഷെ എന്നാലും നമ്മൾ നമുക്ക് ആശ്വസിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, ഒരു നഫ്സ്
അവന്റെ നഫ്സിനോട് കഴിയുന്നതേ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുള്ളൂ അല്ലെ. നമ്മൾ കഴിയാത്തത് നമുക്ക് കഴിയാത്തത് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയില്ല. അതും കൂടി നമുക്കൊരു ആശ്വാസമാക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം പ്രയാസം കൊണ്ട് നിറഞ്ഞപ്പോ നിറച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പോയി വരാൻ പറഞ്ഞപ്പോ പോയി നോക്കിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ് തിരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എന്താ പറയുന്നത്, ഇനി ആരും ഇതിലേക്ക് പ്രവേശിക്കൂലേ അല്ലെ, ഞാൻ ഭയപ്പെട്ടു പോവുകയാണെന്ന് പറയാണ്. അതേപോലെ നരകത്തിലേക്ക് ശേഷം നരകത്തിലേക്ക് പറഞ്ഞയച്ചു. അള്ളാഹു പറഞ്ഞു, ജിബ്രീൽ താങ്കൾ പോകുക, നരകത്തിലേക്കും നരകവാസികൾക്കും ഞാൻ ഒരുക്കി വെച്ചതിലേക്ക് നോക്കുക. അനന്തരം ജിബ്രീൽ അലൈഹിസ്സലാം പോയി നരകത്തിലേക്കും നരകവാസികൾക്ക് ഒരുക്കി വെച്ചതിലേക്ക് നോക്കി. അപ്പോൾ നരകത്തീ നാളങ്ങൾ ചിലതിനെ വിഴുങ്ങുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങി വന്ന് പറഞ്ഞു, അള്ളാഹ് നിന്റെ പ്രതാപമാണ് സത്യം, നരകത്തെ കുറിച്ച് കേട്ട ആരും അതിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നരകം ഷഹവാത്തുകൾ ദേഹേച്ഛകൾ കൊണ്ട് പൊതിയപ്പെടാൻ കൽപ്പിച്ചു. നരകം അപ്രകാരം ദേഹേച്ഛകൾ കൊണ്ട് പൊതിയപ്പെട്ടു. അള്ളാഹു പറഞ്ഞു, നീ മടങ്ങി നരകത്തിലേക്കും അതിന്റെ ആളുകളിലേക്കും ഒരുക്കി വെച്ചതിലേക്ക് നോക്കുക. ജിബ്രീൽ അതിനെ പോയി നോക്കി. ശേഷം മടങ്ങി വന്ന് പറഞ്ഞു, നിന്റെ പ്രതാപമാണ് സത്യം, നിശ്ചയം നരകത്തിൽ പ്രവേശിക്കാതെ ആരും അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു. അപ്പം നേരെ തിരിച്ച് നരകത്തിലേക്ക് കടന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ആദ്യം എന്താ പറഞ്ഞത്, ഇതിലേക്ക് ആരും കടക്കുകയില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് പിന്നീട് ദേഹേച്ഛകൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നഫ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നരകം നിറച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പോയി വന്നിട്ട് എന്താ പറഞ്ഞത്, ഇതിലാരും പ്രവേശിക്കാതെ കടക്കൂലേ എന്നുള്ള അതായത് ആളുകൾ മൊത്തം ഇതിൽ പ്രവേശിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന്. അപ്പം ഇതിനൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്, സ്വർഗവും നരകവും ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനെ ശരിവെക്കുന്ന കുറെ ഹദീസുകളും അതുപോലെ ഖുറാന്റെ ഭാഗത്തു നിന്ന് തെളിവുകളാണ് നമ്മൾ കണ്ടത്. ഇനി നരകത്തിന്റെ കാവലാളുകൾ, നരകത്തിന് കാവൽക്കാരായിട്ട് മലക്കുകളുണ്ട്. അവർ ഭീമാകാരികളാണ്, അവർ കഠിന പ്രകൃതിക്കാരുമാണ്. അവരെ സൃഷ്ടിച്ച നാഥനെ അവർ ധിക്കരിക്കില്ല. തങ്ങൾ കൽപ്പിക്കപ്പെട്ടത് അവർ പ്രവർത്തിക്കുകയും ചെയ്യും, പ്രവർത്തമാക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സത്യവിശ്വാസികളെ, സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക. അതിന്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവമുള്ളവരും മല്ലന്മാരുമായിട്ടുള്ള മലക്കുകൾ ഉണ്ടായിരിക്കും. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യും. അപ്പം നരകത്തിന്റെ ആളുകൾ കാവൽക്കാർ അല്ലെങ്കിൽ കാവലാളുകൾ ആരാണ്? മലക്കുകളാണ്. എങ്ങനെയുള്ള മലക്കുകളാണ്? അവര് പരുഷ സ്വഭാവമാണ് ദയാ ദാക്ഷിണ്യം ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം കരുണയുള്ളവര് ആയിട്ടല്ല ആരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നരകത്തിന്റെ കാവലാളുകളായിട്ടുള്ള മലക്കുകളെ സൃഷ്ടിക്കുക. അവർ അങ്ങനത്തെ ഒരു പ്രകൃതക്കാരാണ്. അങ്ങനെയാണല്ലേ അവരെ ഏതിനെയാണ് മേൽനോട്ടം വഹിക്കേണ്ടത്? നരകത്തിനെയാണ് നരകത്തിന് ആളുകളെയും അവരുടെ ശിക്ഷകളെയും ഒക്കെ മേൽനോട്ടം വഹിക്കേണ്ട മലക്കുകളാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും ദയ ഉണ്ടാവാൻ പാടില്ല അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് എന്താ കൽപ്പിച്ചിട്ടുള്ളത് അത് അവര് പ്രാവർത്തികമാക്കും അവിടെ ഒരു ശുപാർശക്കോ ഒന്നിനും ഒരു വകുപ്പില്ല തങ്ങളുടെ ഇഷ്ടക്കാർക്ക് പറഞ്ഞിട്ട് അവര് ശിക്ഷ ചെയ്യാതിരിക്കൂല. എല്ലാവരോടും ഒരുപോലെ അങ്ങനെയുള്ള കഠിനമായിട്ടുള്ള ആളുകളായിരിക്കും കഠിന ഹൃദയർ അല്ലെങ്കിൽ പരുഷ സ്വഭാവക്കാരായിരിക്കും ആര്? നരകത്തിന്റെ കാവലാളുകളായിട്ടുള്ള മലക്കുകൾ. നരകത്തിനുള്ള പാറാവുകാരായിട്ടുള്ള മലക്കൾ 19 പേരാകുന്നു. ഇത് ഏത് സൂറത്തിലാ പറയുന്നത്? 19 പേരാണ് നരകത്തിലെ കാവലാളുകളായിട്ടുള്ള മലക്കുകൾ. ഏത് സൂറത്തിലാ പറയുന്നത്? സൗസ്ലീഹി സഖർ വമാ അസ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൻ ലിൽ ബശർ അലൈഹാ 19. ഏത് സൂറത്തിലാ പറയുന്നത്? മുദ്ദസ്സിർ. സൂറത്ത് മുദ്ദസ്സിറിൽ പറയുന്നുണ്ട്, വഴിയെ ഞാൻ അവനെ സഖറിൽ നരകത്തിൽ ഇട്ട് ഇരിക്കുന്നതാണ്. സഖർ എന്നാൽ എന്താണെന്ന് നിനക്ക് അറിയുമോ?
അത് ഒന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയോ ഇല്ല. അത് തൊലി കരിച്ച് രൂപം മാറ്റി കളയുന്നതാണ്. അതിന്റെ മേൽനോട്ടത്തിന് 19 മലക്കുകൾ ഉണ്ട് അല്ലെ. 19 മലക്കുകൾ ഉണ്ടെന്ന് കേട്ടപ്പോ ഇതറിഞ്ഞ അവിശ്വാസികളുടെ പ്രതികരണം എന്തായിരുന്നു? അബൂജഹൽ പറഞ്ഞു. അബൂജഹൽ എന്താ പറഞ്ഞത്? നമ്മള് 10 പേര് അല്ലെ, നമുക്ക് 10 പേരെ വെച്ചിട്ട് എന്താ ഒരു മലക്കിനെ നേരിടാം. എളുപ്പല്ലേ, 19 പേരേ ഉള്ളൂ, നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഒരു 10 പേരെ കൂട്ടിയാൽ തന്നെ ഒരു മലക്കിനെ നേരിടാം. അപ്പൊ അതിലും തോന്നിവാസിയായിട്ടുള്ള ഒരാൾ പറഞ്ഞെന്താ, ഞാൻ 17 പേരെ നോക്കിക്കൊള്ളാം, ബാക്കി 2 പേരെ നിങ്ങൾക്ക് നോക്കാൻ പറ്റൂലേ എന്ന്. അങ്ങനെ പരിഹസിച്ച് പറയാണ്, ഞാൻ 17 പേരെ ഞാൻ നോക്കിക്കോളാം, ബാക്കി 2 പേരെ നിങ്ങൾക്ക് നോക്കാൻ പറ്റൂലേ എന്ന്. അപ്പം ഇവരെ ആരെയാണ് വെല്ലുവിളിക്കുന്നത് അല്ലെ? നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളെയാണ്, മനുഷ്യരല്ല അല്ലെ. ഇവർക്ക് നേരിടാൻ ഇപ്പൊ 10 പേർക്ക് ചേർന്നിട്ട് ഒരു മനുഷ്യനെ അല്ല നേരിടേണ്ടത്, മലക്കിനെയാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടിയാൽ ഒരു മലക്കിനെ നേരിടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. കാരണം അവരുടെ ശക്തിയും അവരുടെ രൂപഘടനയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ മതി അല്ലെ, ഈ ഒരു ലോകം മുഴുവൻ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാലും ഒരു മലക്ക് മതി. അപ്പൊ ഇവരെന്താ, വിവരമില്ല അല്ലെ, ഒരു പരിഹസിക്കുകയാണ്. എന്താ, നമുക്ക് നേരിടാം, നമുക്ക് സുഖമായിട്ട് തന്നെ ഈ 19 പേരെ നേരിടാന്ന് അവര് വെല്ലുവിളിക്കുകയാണ്. പക്ഷെ എന്താണ്, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താ, അവിശ്വാസികൾക്ക് ഒരു പരീക്ഷണ രൂപത്തിലാണ് അല്ലെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എണ്ണയൊക്കെ കണക്കാക്കിയിട്ടുള്ളത്. സത്യവിശ്വാസികൾ ഒന്നും ചോദ്യം ചെയ്യൂല അല്ലെ. 19 പേര് 19 പേര് അല്ലെ, ഒരാള് അതേയുള്ള സത്യവിശ്വാസികൾ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞോ അത് വിശ്വസിച്ചു അല്ലെ. പിന്നെ അല്ലാതെ അവരെന്താ ചോദ്യം ചെയ്യുകയില്ല. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലേ, ഒരു കൊതുകിനെ ഉപമയാക്കിയ പോലെ എന്താ, അത് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം വർദ്ധിക്കുകയുള്ളു. അവരൊരിക്കലും ചോദിക്കൂല ഒരു കൊതുകിനെ അള്ളാഹു ഉപമയാക്കുകയോ അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് അല്ലെ അത് യോജിച്ചതാണോ എന്നൊന്നും അവര് ചോദിക്കൂല. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശ്വസിച്ചു, അത്രയല്ലേ. പക്ഷെ അതേ സമയത്ത് വിശ്വാസികൾക്ക് എന്താ, അവരുടെ അവിശ്വാസം വർദ്ധിക്കുകയാണ് അല്ലെ, അതുമൂലം ചെയ്യുക. അവര് പറയും, ഈ ഒരു കൊതുകിനെയാണോ അള്ളാഹു ഉപമയാക്കുന്നത് അല്ലെ, പിന്നെ അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ചതല്ല എന്ന് അവര് പറയുമല്ലോ. അപ്പം ഈ ഒരു എണ്ണം അതുപോലെ ഇതിലെ കാര്യങ്ങളൊക്കെ എന്താ, വിശ്വാസികൾക്ക് ഒരു പരീക്ഷണ രൂപേണ സത്യവിശ്വാസികളെ തങ്ങളുടെ സത്യവിശ്വാസം വർദ്ധിപ്പിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപമ കൊണ്ടും അതേപോലെ ഈ എണ്ണം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നരകത്തിന്റെ മേൽനോട്ടക്കാരായി നാം മലക്കുകളെ മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അവരുടെ എണ്ണത്തെ നാം സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുന്നു. പിന്നെ നരകത്തിന്റെ കാവൽക്കാരായി മലക്കുകളെയാണ് ഹസനത്തുൽ ജഹന്നം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വിളിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നരകത്തിലുള്ളവർ നരകത്തിന്റെ കാവൽക്കാരോട് പറയും, നിങ്ങളുടെ രക്ഷിതാവിനോട് ഒന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും അവൻ ലഘൂകരിച്ച് തരട്ടെ അല്ലെ. അത് ഗതികേടാണ് നരകവാസികളുടെ അല്ലെ. അവര് ചോദിക്കുകയാണ്, അവർക്കറിയാം അതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് അവർക്ക് അറിയാലേ. പക്ഷെ എന്നാലും അവർ ചോദിക്കുകയാണ്, ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും ഞങ്ങൾക്ക് കുറച്ചു തരാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ രക്ഷിതാവിനോട് പറയണം അല്ലെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം എന്ന് പറയാണ്. പിന്നെ നീ നരകത്തിന്റെ വ്യാപ്തിയും ആഴവും നോക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ കണ്ടത് എന്താ, നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ, അവരെങ്ങനെയുള്ള സ്വഭാവക്കാരാണെന്ന് നമ്മൾ അറിഞ്ഞു. ഇനി നരകത്തിന്റെ വ്യാപ്തിയും ആഴവും നോക്കാം. നരകം ആഴത്തിൽ അഗാധവും കണ്ണെത്താ ദൂരത്തിൽ വിശാലവുമാണ്. എങ്ങനെയാണ് സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അല്ലെ, ആ ഒരു വിശാലതയും അതുപോലെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാണ് എന്ത്, സ്വർഗം പോലെ തന്നെ നരകവും. അന്ത്യനാളുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ ഈ ഭീകര യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, നരകത്തിയിൽ പ്രവേശിക്കുന്ന പാപികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭീകര സൃഷ്ടികളാക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഇന്ന് ഈ ശരീരം ഉള്ള പോലെയല്ല അല്ലെ നാളെ നരകത്തിൽ പ്രവേശിക്കുക. നമ്മളെ വേറൊരു സൃഷ്ടിപ്പ് തന്നെയായിരിക്കും. ഭീകര സൃഷ്ടികളായിട്ടാണ് ഓരോ നരകത്തിലെ ആളുകളും അതിലേക്ക് പ്രവേശിക്കുന്നത്. ഭീമാകാരികളായിട്ടുള്ള പാപികളുടെ എണ്ണം വളരെ കൂടിയിട്ട് നരകം അവരെ എല്ലാം ഉൾക്കൊള്ളുന്നു അല്ലെ. അപ്പം ഇത്രയും ഭീമാകാരന്മാരായിട്ടുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞാലും നരകം ബാക്കിയാണ് അല്ലെ, അവിടെ ഇനിയും സ്ഥലമുണ്ട്. അതിന്റെ വലുപ്പമാണ് കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ നിറഞ്ഞു കഴിഞ്ഞു എന്ന് നാം നരകത്തിനോട് പറയും. അപ്പം കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നെന്ത് നരകം തിരിച്ചു പറയും അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ.
അപ്പം എന്താണ് അള്ളാഹു അവിടെ ചോദിക്കുന്നത് അല്ലെ? നിനക്ക് മതിയായോ? നീ നിറഞ്ഞോ? ഇനി വേണോ അല്ലെ? ചോദിക്കുമ്പോ എന്താ നരകം പറയുന്നത്? എന്താ ഇനിയുണ്ടോന്ന് അല്ലെ? നരകം മതിയായിട്ടില്ല, നരകത്തിന് മതിയായിട്ടില്ല അതിന്റെ ആളുകളെ കൊണ്ട്. ഇനിയും കിട്ടിയാൽ എന്ത് ചെയ്യും? നരകം അത് ഉൾക്കൊള്ളും അല്ലെ? അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നരകത്തിനോട് പറഞ്ഞു, നിശ്ചയം നീ എന്റെ ശിക്ഷ മാത്രമാണ്, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നതാണ്. സ്വർഗ നരകങ്ങളിൽ ഓരോന്നിലും അവ നിറയുന്നത്ര ആളുകളുണ്ട്. എന്നാൽ അള്ളാഹു തന്റെ തിരുകാലുകൾ വെക്കുന്നത് വരെ നരകം നിറയുകയില്ല. അല്ലേ? അവസാനം അള്ളാഹ് തന്റെ തിരുകാലുകൾ വെക്കുന്നത് വരെ നരകം നിറയുകയില്ല. നരകം പറയും മതി മതി, അപ്പോൾ അത് നിറയും. നരകത്തിന്റെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളിലേക്ക് ചുരുങ്ങും. അള്ളാഹു തന്റെ സൃഷ്ടികളിൽ ഒരാളെയും ആക്രമിക്കുകയില്ല. അപ്പം നരകം എന്താ? വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് അല്ലെ? ഇനിയുണ്ടോ? ഇനി എന്തെങ്കിലും തരാനുണ്ടോ അല്ലെ? എന്തെങ്കിലും ഉണ്ടോ അല്ലെ? എന്തെങ്കിലും ആൾക്കാരുണ്ടോ എന്ന് ഇങ്ങനെ നരകം അന്വേഷിക്കുക. ഒരിക്കലും നിറയുന്നില്ല. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ തിരുകാലുകൾ വെക്കുന്നത് വരെ അപ്പൊ നരകം നിറയും. അപ്പം പറയുന്ന മതി മതി, അത് നിറയും. അതിന്റെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളിലേക്ക് ചുരുങ്ങി അത് മതിയാവും. അതുവരെ അത് നിറയൂല. അപ്പം ഇതൊക്കെ അതിന്റെ വ്യാപ്തിയും ആഴമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നരകത്തിന് മുകളിൽ നിന്ന് നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു കല്ല് അടിത്തട്ടിലെത്തുവാൻ ദീർഘകാലഘട്ടങ്ങൾ വേണമെന്നതാണ് നരകത്തിന്റെ ആഴത്തെ അറിയിക്കുന്ന മറ്റൊരു കാര്യം. അല്ലെ? നമ്മൾ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അല്ലെ? അതായത് ഒരു മരം നമ്മൾ മുറിച്ച് കടക്കണമെങ്കിൽ 500 വർഷത്തോളം വേണ്ടി വരുന്നു അല്ലെ? അതുപോലെ തന്നെ നരകത്തിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാല് അത് അടിത്തട്ടിൽ എത്തണമെങ്കിൽ ദീർഘകാലഘട്ടങ്ങൾ വേണ്ടി വരുന്ന പറയുന്നത്. അപ്പൊ അത് എന്തിനെ കുറിക്കുന്നത്? അതിന്റെ വ്യാപ്തി അല്ലെ? അതിന്റെ ആഴത്തെ കുറിച്ചാണ് എന്ത് നമുക്ക് അറിയിച്ചു തരുന്നത്. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ ഒരു വീഴ്ചയുടെ ശബ്ദം കേട്ടു. പ്രവാചകൻ പറഞ്ഞു, ഇതെന്തെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ തിരുദൂതർക്കുമാണ് കൂടുതൽ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു കല്ലാണ്. നരകത്തിൽ 70 വർഷങ്ങളായി അത് എറിയപ്പെട്ടിട്ട് അത് ഇതുവരെയും നരകത്തിന്റെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒന്നും കൂടി പറയുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. പ്രവാചകൻ ഒരു വീഴ്ചയുടെ ശബ്ദം കേട്ടു. അപ്പം പ്രവാചകൻ പറഞ്ഞു, ഇതെന്തെന്ന് നിങ്ങൾക്ക് അറിയുമോ? ചിലപ്പോ അത് മിക്കവാറും സഹാബിമാരും കേട്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ അത് ചോദിക്കൂലെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ തിരുദൂതർക്കുമാണ് കൂടുതൽ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു കല്ലാണ്. നരകത്തിൽ 70 വർഷങ്ങളായി അത് എറിയപ്പെട്ടിട്ട് അല്ലെ? ആരെങ്കിലും 1-2 വർഷമല്ല, 70 വർഷമായി അത് എറിഞ്ഞിട്ട് അത് ഇതുവരെയും നരകത്തിന്റെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴായിരിക്കും ചിലപ്പം വീണിട്ടുണ്ടാവാം. അപ്പം അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, അന്ത്യനാളിൽ നരകത്തെ കൊണ്ടുവരുന്ന മലക്കുകളുടെ എണ്ണപ്പെരുപ്പം നരകത്തിന്റെ വലുപ്പത്തെയാണ് അറിയിക്കുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതല്ലേ, അന്ന് നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്ന് നരകം കൊണ്ടുവരപ്പെടും, അതിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണിനും 70,000 വീതം മലക്കുകൾ ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലെ? അപ്പം കാവൽക്കാരായിട്ട് 19 മലക്കുകളാന്ന് പറഞ്ഞു. പക്ഷെ അത് നരകം എങ്ങനെ കൊണ്ടുവരിക അല്ലെ? 70,000 കടിഞ്ഞാണുകൾ ഉണ്ടാകും. ഓരോ കടിഞ്ഞാണിനും അല്ലെ? ഓരോ കടിഞ്ഞാണിനും 70,000 വീതം മലക്കുകൾ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അല്ലെ? അപ്പം അതിന്റെ ഒരു വലിപ്പം നമുക്കത് ഒരിക്കലും അല്ലെ ഒരു തരത്തിൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്തത്രയും വലിപ്പമേറിയതാണ് എന്ത്? നരകം. പിന്നെ നാലാമത് പറയുന്നത്, സൂര്യനും ചന്ദ്രനും നരകത്തിൽ 2 കാളകളുടെ വലിപ്പത്തിൽ മാത്രമായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. സൂര്യനും ചന്ദ്രനും നരകത്തിൽ 2 കാളകളുടെ വലിപ്പത്തിൽ മാത്രമായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ സൂര്യനും ചന്ദ്രനും നരകത്തിൽ ചുറ്റി പൊതിയപ്പെട്ട 2 കാളകളുടെ വലിപ്പത്തിൽ മാത്രമായിരിക്കും. ഭീമാകാരങ്ങളായിട്ടുള്ള സൂര്യനും ചന്ദ്രനും നരകത്തിൽ വന്നാൽ അവയ്ക്ക് കേവലം 2 കാളകളുടെ വലിപ്പമേ ഉള്ളൂ അല്ലെ? എങ്കിൽ നരകത്തിന്റെ വലിപ്പം എത്ര മാത്രമായിരിക്കും? അപ്പം ഈ 4 കാര്യങ്ങളാണ് എന്ത്? നരകത്തിന്റെ വ്യാപ്തി ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലെ? ഒന്ന് പറയുന്നത്, അതിൽ പ്രവേശിക്കുന്ന ആളുകള് ഭീമാകാരന്മാരായിരിക്കും അല്ലെ? അപ്പൊ ഓരോ വ്യക്തിയും
എത്രത്തോളം വലിപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റൂല. അപ്പൊ അത് നിറയണമെങ്കിൽ, അതില് ഉൾക്കൊള്ളണമെങ്കിൽ എത്ര വലിപ്പം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഓരോ ആളുകളെ. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിലേക്ക് ഒരു കല്ലിട്ടാല് എത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് അതിന്റെ അടിത്തട്ടിലേക്ക് ആ ഒരു കല്ല് പതിയുക അല്ലെ. ഇന്ന് നമ്മളൊരു കല്ല് എത്ര വേഗത്തിൽ പതിയും അല്ലെ. നമ്മൾ എത്ര ഒരു ഉയരത്തിലുള്ള ഏറ്റവും ബുർജ് ഖലീഫ തന്നെ ഒരു കല്ല് താഴേക്ക് ഇട്ട എത്ര വേഗത്തിൽ അല്ലെ അത് താഴേക്ക് എത്തും. നമ്മള് സെക്കൻഡുകൾക്കുള്ളിൽ താഴേക്ക് എത്തും അല്ലെ. പക്ഷെ അതേ സമയത്ത് നരകത്തിലേക്ക് ഒരു കല്ലിട്ടാല് അത് വർഷങ്ങൾ എടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതും അതിന്റെ ആഴത്തിനെ കുറിച്ച് പറയാനാണ്. മൂന്നാമത്തെ കാര്യം, ആ മലക്കുകളുടെ എണ്ണപ്പെരുപ്പം അല്ലെ. ഓരോ കടിഞ്ഞാണിനും 70,000 കടിഞ്ഞാണുണ്ടാവും. ഓരോ കടിഞ്ഞാണിനും 70,000 മലക്കുകൾ ഉണ്ടാവും അതിനെ വഹിക്കാൻ. അപ്പം ആ ഒരു നരകത്തിന്റെ വലിപ്പം അത് മാത്രം മതിയില്ലേ നമുക്ക് നമുക്ക് കുറച്ചെങ്കിലും ചിന്തിക്കാൻ. പിന്നെ നാലാമത്തെ കാര്യം പറയുന്നത്, ഇന്ന് കാണുന്ന ആ അല്ലെ, സൂര്യനും ചന്ദ്രനും അത് നരകത്തില് ഒരു 2 കാളകളുടെ വലിപ്പമേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം അതിന് വലിപ്പം കുറയും അല്ലെ. വലിപ്പം കുറയുന്ന എന്താ, നരകത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല. അപ്പം അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്, അതിന്റെ വ്യാപ്തിയും ആഴവും. ഇനി നമ്മള് ദറക്കാത്തുകൾ നോക്കാം. അതായത് നമ്മൾ ദറക്കാത്ത് എന്ന് പറഞ്ഞാല് ദറജകൾ തന്നെയല്ലേ. അതിന്റെ ഇല്ലേ, തട്ടുകൾ അല്ലെ, അതന്നെയല്ലേ പറയുന്നത്. വിവിധ തട്ടുകൾ. നരകം അതിന്റെ നിർമ്മാണത്തിലും അത് ഉൾക്കൊള്ളുന്ന ചൂടിലും നരകാഗ്നിയിലെ ശിക്ഷമുറകളിലും ആഴത്തിലേക്കുള്ള വിവിധ തട്ടുകളാണ്. അവ ദറക്കാത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ നമ്മള് ദറജകൾ പറയുന്നില്ലേ, ഇതില് സ്വർഗത്തിൽ പറയുന്നുണ്ടല്ലോ, ഓരോ ഇതിലെ ഓരോ ദറജകൾ എന്താണ്, ആകാശഭൂമിയോളം വിശാലമായിരിക്കും. പ്രവാചകന്മാരെയൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ ഇന്ന് നമ്മള് നക്ഷത്രം കാണുന്ന പോലെ അല്ലെ. അപ്പൊ അത്രയും ഉയർന്നതായിരിക്കും അവരുടെ സ്ഥാനങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ നരകത്തില് നമ്മളെന്താ തട്ടുകൾ, വിവിധ തട്ടുകളാണ്. ഓരോ ശിക്ഷ അല്ലെ, ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ശിക്ഷകളായിരിക്കും. അതിനനുസരിച്ച് അവരുടെ ഭാവത്തിനനുസരിച്ചൊക്കെ ഓരോ തട്ടുകളായിരിക്കും. തീർച്ചയായും അതിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ, കപട വിശ്വാസികളെ ഏറ്റവും താഴത്തെ നിലയിൽ, ഏറ്റവും താഴത്തെ നരകത്തിൽ ഏറ്റവും താഴെ തട്ടിലായിരിക്കില്ല അവരുടെ സ്ഥാനം. അല്ലെങ്കിൽ പിന്നെ അതെന്തുകൊണ്ടാണ്, അവർ ഇടിമുഖം കാണിക്കുന്നതുകൊണ്ട് അല്ലെ. അവിശ്വാസികളെക്കാളും അവർക്ക് ശിക്ഷ വർദ്ധിക്കാനുള്ള കാര്യം എന്താണ്, അതെന്തുകൊണ്ടാണ്, അവര് പൊയ്മുഖം അല്ലെ. ഒരു വിശ്വാസികൾ ഭൂമിയിൽ വെച്ച് അവർ വിശ്വാസികളെ ചതിക്കുന്നുണ്ട്, വിശ്വാസികളെ ചതിക്കുകയാണ് അല്ലെ. വിശ്വാസികളെ ചതിക്കുന്നില്ല, അവരുടെ കൂടെ ഉണ്ടെന്ന് പറയും. മറ്റൊരു കപടത അല്ലെ കാണിക്കുന്നതുകൊണ്ടാണ് എന്താ അവർക്ക് ആ ശിക്ഷ വർദ്ധിക്കാനുള്ള കാരണം. തീർച്ചയായും കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കി അസ്ഫലി മിനൻ നാരി വലൻ തജിദ ലഹും നസീറ അല്ലെ. അതായത് അത് സൂറത്ത് നിസായിൽ നമുക്ക് കാണാം. എന്താ പറയണത്, അവര് അസ്ഫലി മിനന്നാർ എന്നാ പറഞ്ഞ അല്ലെ, ഏറ്റവും താഴത്തെ അടിത്തട്ടില്. ഈ തട്ടുകൾക്ക് ദർജാത്തുകൾ എന്നും പറയാവുന്നതാണ്. കാരണം സ്വർഗവാസികളെ കുറിച്ച് നരകവാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി പല ദർജാത്തുകൾ, പദവികൾ ഉണ്ട് എന്ന് സ്വർഗവാസികളെ കുറിച്ച് അതുപോലെ നരകവാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രീതിയെ പിന്തുടരുന്ന ഒരുവൻ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ വാസസ്ഥലം നരകമാവനെ പോലെയാണോ അല്ലെ. അത് എത്ര ചീത്ത സങ്കേതം. പിന്നെ അവർ അള്ളാഹുവിന്റെ അടുക്കൽ പല ദർജാത്തുകളിലാകുന്നു. അത് സൂറത്ത് ആലിമ്രാനിലും കാണാം, 162, 63 കാണാം അല്ലെ. അതായത് അള്ളാഹു നമുക്കറിയാം അല്ലെ, സ്വർഗവാസികൾ നരകവാസികൾ ഒരിക്കലും ഒരുപോലെയല്ല. അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് പരിശ്രമിക്കുന്നവൻ അല്ലെ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവനും അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായിട്ട് അല്ലെ നരകത്തിലേക്ക് പ്രവേശിക്കുന്നവനും ഒരുപോലെയല്ല, ഒരിക്കലും ഒരുപോലെയല്ല. അപ്പം അവർ രണ്ടുപേർക്കും അള്ളാഹുവിന്റെ അടുക്കല് പല ദർജാത്തുകൾ ആകുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം റഹ്മത്തുള്ള പറയുന്നു, സ്വർഗത്തിന്റെ ദർജാത്തുകൾ മുകളിലേക്കും നരകത്തിന്റെ ദർജാത്തുകൾ താഴ്ഭാഗത്തേക്കുമാണ് അല്ലെ. അത് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് പ്രവാചകന്മാരെയും പിന്നെ അതുപോലെ ബാക്കിയുള്ള അല്ലെ പണ്ഡിതന്മാർ, സിദ്ദീഖീങ്ങൾ, അവരെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ, നമ്മളൊരു ഇവിടെ നിന്ന് ഭൂമിയിൽ വെച്ച് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളെ പോലെ അല്ലെ, അത്ര ചെറുതായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ, എത്ര ദൂരത്താണ്, അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പല പല ദറജാത്തുകൾ അല്ലെ. അപ്പൊ ആ ഒരു പദവി അനുസരിച്ച് അത്രയും വിശാലമായിരിക്കും എന്ന് പറയുന്നുണ്ട്.
പിന്നെ അപ്പം സ്വർഗത്തിന്റെ ദർജാത്തുകൾ എപ്പോഴും മുകളിലേക്കും, അതേസമയം നരകം നമുക്കറിയാം അല്ലെ, അത് താഴെയായിരിക്കും അല്ലെ. ഏറ്റവും കൊടിയ ശിക്ഷയുള്ള ആളുകളായിരിക്കും എന്താ ഏറ്റവും താഴെ താമസിക്കേണ്ടി വരും, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവര്. ഇനി നരകത്തിന്റെ കവാടങ്ങൾ നമുക്ക് നോക്കാം. നരകത്തിന് 7 കവാടങ്ങൾ ഉണ്ടെന്നും ഓരോ കവാടങ്ങളിലൂടെ നരകത്തിൽ പ്രവേശിക്കുവാൻ ഇബിലീസിന് അനുയായികളുണ്ടെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തീർച്ചയായും നരകം അവർക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥാനം തന്നെയാകുന്നു. അതിന് 7 കവാടങ്ങളുണ്ട്. ഓരോ വാതിലിലൂടെ കടക്കുവാനായി വീതിക്കപ്പെട്ട് ഓരോ വിഭാഗം അവരിലുണ്ട്. അപ്പൊ ഇതെല്ലാം സ്വർഗത്തിലുള്ള പോലെ തന്നെ വ്യത്യസ്ത രൂപത്തിലാണെന്നേ ഉള്ളൂ. പക്ഷെ പല സ്വർഗത്തിലും എത്ര കവാടങ്ങളുണ്ട്? സ്വർഗത്തിൽ എത്ര കവാടങ്ങളുണ്ട്? എല്ലാരും മ്യൂട്ടാണ്. എട്ട് അല്ലേ? അപ്പം നരകത്തിലെ കവാടങ്ങൾ പക്ഷെ 7 കവാടങ്ങളാണുള്ളത്, ഒന്ന് കുറവാണ് അല്ലെ. അപ്പം ഈ ഒരു 7 കവാടങ്ങളിൽ കൂടെയും നരകത്തിലേക്ക് പ്രവേശിക്കാൻ ആളുകളുണ്ട് അല്ലെ. നമ്മള് 8 കവാടങ്ങളിൽ കൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നമുക്കറിയാം അല്ലെ. അതില് പല കാര്യങ്ങളും നമുക്കറിയാം, അങ്ങനെ പ്രവേശിക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് നരകത്തിലും ഈ പറഞ്ഞ പോലെ ഓരോ കവാടങ്ങളിൽ കൂടെയും പ്രവേശിക്കാൻ ആളുകളുണ്ട്. അവിശ്വാസികൾ നരകത്തോട് അടുക്കുമ്പോൾ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും എന്നേക്കുമായി അവർ അതിൽ പ്രവേശിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യനിഷേധികൾ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അവർ അതിനടുത്ത് വന്നാൽ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കുകയും ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുകയും ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ലേ എന്ന് നരകത്തിന്റെ കാവൽക്കൻ അവരോട് ചോദിക്കുകയും ചെയ്യും. അവർ പറയും, എന്താ അവര് പറയണത്? അതെ, പക്ഷെ സത്യനിഷേധികളുടെ മേൽ അവര് സമ്മതിക്കും അല്ലെ. അവര് പറയും അതെ, പക്ഷെ നിഷേധികളുടെ മേൽ ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ടു പോയി. അവരോട് പറയപ്പെടും, നിങ്ങൾ നരകത്തിന്റെ വാതിലുകളിലൂടെ പ്രവേശിക്കുക, നിങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും. എന്നാൽ അഹങ്കാരികളുടെ പാർപ്പിടം എത്ര മോശം. അപ്പം ഇത് നമ്മൾ പല സുഹൃത്തുക്കളിലും കണ്ടിട്ടുണ്ട് അല്ലെ. സുഹൃത്ത് നമ്മളെ മുൽക്കിൽ വരെ കണ്ടിട്ടുണ്ടല്ലോ. അവരോട് ചോദിക്കും അല്ലെ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് വന്നിട്ടില്ലേ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങള് വന്നിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്തു? നിഷേധിച്ച് തള്ളിയില്ലേ, അല്ലെങ്കിൽ കളവാക്കി. പിന്നെ അവര് സമ്മതിക്കും അല്ലെ. സമ്മതിക്കാതെ അവർക്ക് വേറെ വഴിയില്ല. അപ്പൊ എന്താ പറയാ, പക്ഷെ എന്ത് ചെയ്തു? ഇനിയിപ്പോ പറഞ്ഞിട്ടോ ഖേദിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെ, ഇനിയൊരു മടക്കി പോക്കില്ല. അപ്പം അവര് നരകത്തില് സ്ഥിരവാസികളായിക്കൊണ്ട് തന്നെ അവരെ നരകത്തില് അവിടെ പ്രവേശിപ്പിക്കുകയാണ് അല്ലെ. അവരുടെ മേലെ ആ ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ടു പോയി. പിന്നെ നിങ്ങൾ നരകത്തിന്റെ വാതിലുകളുടെ പ്രവേശിക്കുക, നിങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും. എന്നാൽ അഹങ്കാരികളുടെ പാർപ്പിടം എത്ര മോശം. നരകാവകാശികൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ അവരെത്ര ഇടതുപക്ഷത്തിന്റെ ആളുകൾ, അവരുടെ മേൽ അടച്ചു മൂടിയ നരകാഗ്നിയുണ്ട് അല്ലെ. അപ്പൊ അവര് പ്രവേശിച്ചു കഴിഞ്ഞാല് നരകത്തിന്റെ വാതിലുകൾ എന്താ അവരുടെ മേലെ കൊട്ടിയടയ്ക്കപ്പെട്ടു അല്ലെ. പിന്നെ ഒരു രക്ഷ അതിലില്ല. പിന്നെ നമ്മള് രക്ഷ പറയുന്നുണ്ട് അല്ലെ. അവരവരുടെ ശിർക്ക് ചെയ്യാത്തവര് അവരുടെ ശിക്ഷ കഴിഞ്ഞാല് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴാണ്, എങ്ങനെയാണ്, എത്ര കാലം അവർ അനുഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല അല്ലെ. പിന്നെ എന്നാലും ഒരു തവണ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ മേലെ എന്ത് ചെയ്തു? വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു അല്ലെ. പിന്നെ കുത്തി പറയുന്നവരും അവഹേളിക്കുന്നവരുമായ ഏതൊരാൾക്കും നാശം. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന് അല്ലെ. കുല്ലി ഹുമസത്തിൽ ഹുമസ. പിന്നെ അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന് അവന്റെ ധനം അവന് ശാശ്വത ജീവൻ നൽകിയിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. നിസ്സംശയം അവൻ ഹുതുമയിൽ അറിയപ്പെടുന്നതാണ്. എന്താണ് ഹുതുമ എന്ന് നിങ്ങൾക്കറിയാമോ? അത് ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന അള്ളാഹുവിന്റെ ജ്വലിക്കപ്പെട്ട അഗ്നിയാകുന്നു. തീർച്ചയായും അത് നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും. അപ്പൊ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പായി തന്നെ ചിലപ്പോൾ നരക കവാടങ്ങൾ അടയ്ക്കപ്പെടും. റമദാൻ മാസമായ നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. റമദാൻ മാസമായ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, അതുപോലെ നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ ശൈത്താൻ
ബന്ധിക്കപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് കവാടങ്ങളെ എണ്ണവും പിന്നെ അതിന്റെ അവസ്ഥയെ കുറിച്ചാണ് അല്ലെ. ഇനി എന്താണ് ഇന്ധനങ്ങള്? ഇന്ധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് പഠിച്ചിട്ടുണ്ട്. എന്താ സുഹൃത്ത് ബക്കറയിൽ പഠിച്ചത് എന്താ? മനുഷ്യന്മാരും കല്ലുകളും ഇന്ധനമാകുന്നു അല്ലെ. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസ് വൽഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ അല്ലെ. അവിടെ എന്താ പറഞ്ഞത്? മനുഷ്യരും കല്ലുകളും ഇന്ധനമാകുന്ന അല്ലെ, ഇന്ധനമാകുന്ന ആ നരകാഗ്നി അത് എന്താ? കാഫിര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം സത്യവിശ്വാസികളെ, സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തു രക്ഷിക്കുക. അപ്പൊ അവിടെ എന്താണ് ഇന്ധനം? മനുഷ്യരും കല്ലുകളുമാണ് അല്ലെ. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുക. ഫത്തഖുന്നാർ അല്ലെ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് അല്ലെ. നമ്മൾ പറയാം, നിങ്ങൾ സൂക്ഷിക്കണം അല്ലെ. ഇങ്ങനെ ഒരു സംഭവം വരാനുണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പൊ നിങ്ങൾ ഒരിക്കലും അവിടെ എത്തിപ്പെടരുതെന്ന് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്കത് മുന്നറിയിപ്പ് നൽകുന്നത് അല്ലെ. പരിശുദ്ധ ഖുർആനിൽ ഉടനീളം ഒരു മുന്നറിയിപ്പ്, സന്തോഷ വാർത്തയോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകുന്ന എന്താണ്? ഒരാളും അതിലേക്ക് കടക്കരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ എന്താ? ദേഹേച്ഛകളെ പിന്നാലെ പോയില്ലേ. നമ്മളിത് അറിഞ്ഞിട്ടും വിലയ്ക്ക് വാങ്ങുന്ന പോലെയാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം ആരാധിക്കപ്പെടുന്ന കള്ള ദൈവങ്ങളും നരകത്തിൽ കത്തിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും നിങ്ങളും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയെ നരകത്തിൽ ഇന്ധനമാകുന്നു. നിങ്ങൾ അതിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യുന്നതാണ്. ഇക്കൂട്ടർ ദൈവങ്ങളായിരുന്നെങ്കിൽ ഇവർ അതിൽ നിന്ന് വന്നു ചേരുകയില്ലായിരുന്നു അല്ലെ. അവരെല്ലാം അതിൽ നിത്യവാസികളായിരിക്കും. അപ്പം നമ്മൾ മനുഷ്യരും കല്ലുകളും ഇന്ധനമാകുന്നു പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, വിഗ്രഹങ്ങള് മനുഷ്യർ ആരാധിക്കുന്ന വിഗ്രഹങ്ങള് അവയെല്ലാം അതിന്റെ ആ കല്ലുകളിൽ പെട്ടതാന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവര് ദൈവങ്ങളായിരുന്നെങ്കിൽ അവരൊരിക്കലും അവിടെ എത്തിച്ചേരില്ലേന്ന് അല്ലെ. അവര് സ്വയം രക്ഷിച്ചേനെ. പക്ഷെ അവർക്ക് സ്വന്തം ദേഹം തന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല അല്ലെ. അല്ലെങ്കിൽ നമ്മള് മനുഷ്യര് ദൈവങ്ങളാക്കി പൂജിക്കുന്നവര്, അവർക്ക് സ്വയം തന്നെ ഒരു അപകടം വരുമ്പോ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം അല്ലെ. ബാക്കിയുള്ളവർ അവർക്ക് രക്ഷിക്കാനും പറ്റൂല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ സൂറത്ത് ഏതാ? സൂറത്ത് ഹജ്ജിന് മുമ്പുള്ള അല്ലെ. അതില് പറയാണ്, അതായത് അവര് ഇക്കൂട്ടർ ദൈവങ്ങളായിരുന്നെങ്കിൽ അവർ അതിൽ വന്നു ചേരുകയില്ലായിരുന്നു. അവരെല്ലാം അതിൽ നിത്യവാസികളായിരിക്കും. പിന്നെ അപ്പൊ അതാണ് ഇന്ധനത്തെ കുറിച്ച് പറയുമ്പോ മനുഷ്യരും കല്ലുകളും അല്ലെ. കല്ലുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യരെ ആളുകള് ആരാധിച്ചു പോന്ന വിഗ്രഹങ്ങളും അല്ലെ അതിൽ പെടും. പിന്നെ ഇനി നരകത്തിലെ കാറ്റ് അത്യുഷ്ണമുള്ള സമൂഹമാകുന്നു. സമൂഹം എന്നാണ് ആ കാറ്റിന് പറയാം. അത്യുഷ്ണമായിട്ടുള്ള സമൂഹമാകുന്നു. അതിലെ വെള്ളം അതികഠിന ചൂടുള്ള ഹമീമാകുന്നു. അതിലെ തണലാകട്ടെ കരിമ്പുക കീറുകളാകുന്ന യഹ്മൂമുകൾ അല്ലെ, യഹ്മൂമുകളാകുന്നു. അത് തണുപ്പോ സുഖമോ പ്രദാനം ചെയ്യാത്തതും തീനാളങ്ങളെയും തീപ്പൊരികളെയും ചേർക്കാത്തതുമാകുന്നു. അപ്പൊ അവിടെ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നരകത്തിന് കാറ്റ് അല്ലെ അത്യുഷ്ണമുള്ള സമൂഹമാകുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മള് വെയിലത്തിറങ്ങിയിട്ട് നല്ല ചൂടുള്ള സമയത്ത് നമുക്കൊരു എന്താ ചെറിയൊരു തണല് എവിടെയെങ്കിലും കിട്ടുമ്പോ അല്ലെ, നമ്മളൊരു മരത്തണലിന്റെ താഴെ പോകും, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെ താഴെ പോയിട്ട് ആ ഒരു നിൽക്കുമ്പോ എന്തൊരു ആശ്വാസമായിരിക്കും കിട്ടുക അല്ലെ. അതേ സമയത്ത് ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ, നരകത്തിൽ കിടക്കുന്ന ഒരാളുടെ അവസ്ഥ നോക്കണം അല്ലെ. ആ ഒരു കാറ്റ് അല്ലെങ്കിൽ അത്യുഷ്ണമായിട്ടുള്ള ഒരു കാറ്റോ ആ ഒരു പൊള്ളുന്ന അരിച്ചില്ലേ ചൂട് അവർ അനുഭവപ്പെടുമ്പോ അവർക്കൊരു ചെറിയൊരു ആശ്വാസം ലഭിക്കാനുണ്ടോ അല്ലെ. അവർക്ക് പിന്നെ ലഭിക്കുന്ന കാറ്റ് എന്താണ്? അത്യുഷ്ണമുള്ള സമൂഹമാകുന്നു. വീണ്ടും വീണ്ടും എന്താ ആ ചൂടിനെ കൂട്ടുന്നത് അല്ലെ. ഒരു തരിമ്പോ ഒരു ആശ്വാസം അവർക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തണലോ കരിമ്പുക കീറുകളാണ് അല്ലെ. കരിമ്പുക കീറെന്ന് പറഞ്ഞാല് അവർക്ക് അവിടെ നമുക്കറിയാം, തണലെന്ന് പറയുമ്പോൾ നമുക്കൊരു സുഖമാണ് അല്ലെ. ആ ഒരു ചൂടത്ത് നിന്ന് കയറി നിൽക്കുമ്പോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ പുറത്ത് പോയിട്ട് വീട്ടിനകത്ത് കയറുമ്പോൾ AC ഇട്ട പോലെ ആയിരിക്കും അല്ലെ. നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കത് അധികം ഫീൽ ചെയ്യൂല. അതേ സമയത്ത് പുറത്ത് പോയിട്ട് ചൂട് നിന്ന് അകത്ത് കയറി വരുമ്പോൾ എന്തൊരു ആശ്വാസമായിരിക്കും അല്ലെ. പക്ഷെ അവർക്ക് അവിടെ ലഭിക്കുന്ന തണൽ എന്താ? കരിമ്പുക കീറുകളാകുന്ന യഹ്മൂമുകളാകുന്നു.
അത് തണുപ്പോ സുഖമോ പ്രദാനം ചെയ്യാത്തതും തീനാളങ്ങളെയും തീപ്പൊരികളെയും ചെറുക്കാത്തതുമാണ്. ഇതിനൊന്നും എന്താ ചെറുക്കൂല അല്ലെ? ഇതിനെല്ലാം കടത്തിവിടുന്നത്. അവർക്ക് ഒരു തരത്തില് ഒരു അല്പസമയത്ത് പോലും അവർക്ക് ആശ്വാസം ലഭിക്കുന്ന തണലുകളല്ല അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ അതികഠിനമായ ചൂടുള്ള ഹമീമാകുന്നു അല്ലെ? വേറെ വഴിയില്ല, അത് കുടിക്കുക തന്നെ. പിന്നെ ആ അതികഠിന ചൂടുള്ള ഹമീമാണ് അവർക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇത്തരമുള്ള ശിക്ഷ അല്ലെ, നരകക്കാരിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പം ഇടതുപക്ഷക്കാർ, എന്താണ് ഈ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ? തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റ്, ചുട്ടു തിളയ്ക്കുന്ന വെള്ളം, തണുപ്പുള്ളതോ സുഖദായകമോ അല്ലാത്ത കരിമ്പകയുടെ തണൽ എന്നീ ദുരിതങ്ങളിലായിരിക്കും അവര്. എന്നാൽ ഏതൊരാളുടെ തുലാസുകൾ തൂക്കം കുറഞ്ഞതായോ അവന്റെ സംഗീതം ഹാവിയായിരിക്കും. ഹാവിയ എന്നാൽ എന്താ നിനക്കറിയുമോ? ചൂടേറിയ നരകമാകുന്നു. അതുപോലെ നമ്മള് സൂറത്ത് മുസമ്മിലല്ല, 3 ശാഖകളിൽ ഒരു തരം തണലിലേക്ക് നിങ്ങൾ, മുർസലാത്ത്, സൂറത്ത് മുർസലാത്തിൽ പറയുന്നുണ്ടല്ലോ, ഇൻതൊലിഖൂ ഇലാ വില്ലിൻ ദീ സലാസി ശുഅബ് അല്ലെ, ലാ വലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. എന്താണ് പറയുന്നത്? 3 ശാഖകളുള്ള ഒരു തരം തണലിലേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളുക. കൽപ്പനയാണ് അല്ലെ, ഇൻതൊലിഖൂ അല്ലെ, നിങ്ങൾ പൊയ്ക്കൊള്ളുക. അത് തണൽ നൽകുകയില്ല, തീജ്വാലയിൽ നിന്ന് സംരക്ഷണം നൽകുകയില്ല. തീർച്ചയായും അത് നരകം വലിയ കെട്ടിടം പോലെ ഉയരമുള്ള തീപ്പൊരി തെറിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് മഞ്ഞ നിറമുള്ള ഒട്ടക കൂട്ടങ്ങളെ പോലെ. ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. നമ്മള് തീ പാർന്ന് കണ്ടിട്ടുണ്ട് അല്ലെ, വെൽഡ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തീപ്പൊരികൾ ഇങ്ങനെ പാർന്ന് കാണാലോ അല്ലെ. പക്ഷെ അവിടുന്ന് തെറിക്കുന്ന തീപ്പൊരികളുടെ വലിപ്പമാണ് പറയുന്നത്. മഞ്ഞ നിറമുള്ള ഒട്ടക കൂട്ടങ്ങളെ പോലെ. അതിന്റെ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. ആ ഓരോ തീപ്പൊരിയുടെയും വലിപ്പാണ് പറയുന്നത്, ഒട്ടക കൂട്ടങ്ങളെ പോലെ. പിന്നെ എന്തായിരിക്കും ആ ഒരു ശിക്ഷ അനുഭവിക്കുന്നവരുടെ അവസ്ഥ റബ്ബേ. അമാ അദ്റാക മാ സഖർ. സഖർ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? അതൊന്നും ബാക്കിയാക്കുകയോ വിട്ടു കളയുകയില്ല. അത് തൊലികരിച്ച് രൂപം മാറ്റിക്കളയുന്നതാണ്. അതിന്റെ മേൽനോട്ടത്തിന് 19 മലക്കുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞത്. കാലഘട്ടങ്ങൾ കഴിയും തോറും തീജ്വാലകൾ വർദ്ധിക്കുകയും ശിക്ഷ പെരുകുകയും ചെയ്യും. നരകവാസി ഒരിക്കലും സുഖം കാണുകയേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ അല്ലേ. ഫദൂഖൂ എന്നാ പറയണത്. എന്താ പറയണത്? അതിനാൽ നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക അല്ലെ. ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. തീർച്ചയായും നാം നിങ്ങൾക്ക് ശിക്ഷ അല്ലാതെ ഒന്നും വർദ്ധിപ്പിച്ചു തരികയില്ല. ഒരു ആശ്വാസം ലഭിക്കാനില്ല അല്ലെ. അതായത് ഇത് കഴിഞ്ഞ് നമ്മുടെ ശിക്ഷ കഴിയും എന്നുള്ള ഒരു ആശ്വസിക്കാൻ അവർക്ക് വകുപ്പില്ല. വീണ്ടും വീണ്ടും ശിക്ഷ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ. ആസ്വദിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഹാസ രൂപേണ പറയാണ്, നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. അത് അണഞ്ഞു പോകുമ്പോഴെല്ലാം നാം അവർക്ക് ജ്വാല കൂട്ടിക്കൊടുക്കുന്നതാണ്. എന്ന് ആലോചിച്ചല്ലേ, ഈ അതിന്റെ ഇന്ധനം അല്ലെങ്കിൽ അതിങ്ങനെ അണഞ്ഞു പോകാൻ തോറും എന്താ, നമ്മള് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുന്ന പോലെ തീ എന്താ ആളി കത്തിക്കുകയാണ് അല്ലെ. ആളി അത് കെടാൻ പോകുമ്പോഴൊക്കെ അത് വീണ്ടും അതിന്റെ ജ്വാല കൂട്ടിക്കൊടുക്കുന്നതാണ്. പിന്നെ അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകപ്പെടുകയില്ല, അവർക്കൊരു സഹായവും ലഭിക്കുകയില്ല. ജ്വലിക്കുന്ന നരകാഗ്നി ആളിക്കത്തിക്കപ്പെടുമ്പോൾ ജ്വലിക്കുന്ന നരകാഗ്നി ആളിക്കത്തിക്കപ്പെടുമ്പോൾ ഫൈദാ ജഹീമു സുഈറത്ത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങളുടെ തീ ഇഹലോകത്തുണ്ടാക്കുന്ന തീ നരകത്തീന്റെ 70 ഭാഗമാണ് പറയപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലെ, അത് തന്നെ മതിയല്ലോ അല്ലെ. സ്വഹാബിമാര് ചോദിക്കുകയാണ്. അപ്പൊ ഇത് നരകത്തിലെ തീനെ അപേക്ഷിച്ച് നോക്കുമ്പോ അതിന്റെ ഒരു അംശം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ സഹാബിമാര് സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്, അത് തന്നെ മതിയല്ലോ റസൂലെ അല്ലെ, അതിന്റെ നമുക്ക് ചെറിയ പൊള്ളലുകൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, നരകത്തീ അതിലേക്ക് 69 ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് അധികമാക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ഭാഗത്തിനും ഇഹലോകത്തുണ്ടായ തീയിന്റെ ചൂടായിരിക്കും. അപ്പൊ നോക്കണം അല്ലെ. അപ്പം 70 ഭാഗത്തിന്റെ ഒരു അംശമാണ് എന്ത്, നമ്മളിപ്പോ ദുനിയാവിൽ നമ്മള്
ഉള്ള തീ അല്ലെ. അപ്പം ഈ 69 ഉണ്ടല്ലോ, 9 അംശവും ഓരോ അംശവും എന്താണ്, ഇഹലോകത്തുണ്ടായ തീയിന്റെ ചൂടായിരിക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ അപ്പൊ ഇൻഷാല്ലാ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ, നരകത്തിന്റെ ആ ഒരു ചൂടിന്റെ ഒരു കഠിനതയും പിന്നെ അവിടുത്തെ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ധാരാളം ഉണ്ട്, പക്ഷെ എല്ലാം കൂടി ഇപ്പം പറയുന്നില്ല. ഇത്രേ നമ്മള് പറഞ്ഞത്. നമ്മള് ജസ്റ്റ് എന്തൊക്കെ പറഞ്ഞു നരകത്തിന്റെ. ആദ്യം പറഞ്ഞില്ലേ, ആർക്കാണ് നരകം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചെന്ന് പറഞ്ഞു. അവന്റെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കുന്നവര്, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്ക്, പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിഷേധിച്ചവർക്ക് പിന്നെ പരലോകത്തെ വിശ്വസിക്കാത്തവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ത്, നരകം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നരകം ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിലാകെ നിഷേധിക്കുന്ന 2 വിഭാഗക്കാര് മുഅ്തസില വിഭാഗക്കാരും ഖദരിയ്യത്താണ്. അവര് പറയണത് അന്ത്യനാളിലാണ് നരകം സൃഷ്ടിക്കപ്പെടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്, നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് എവിടെയാണ് എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല പിന്നെ നരകത്തിലെ കാവലുകൾ ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു, മലക്കുകളെ കുറിച്ച് പറഞ്ഞു. അവര് 19 പേരാണ്. പിന്നെ അവരുടെ സ്വഭാവം പറഞ്ഞു പരുഷ സ്വഭാവക്കാരും കഠിനമായിട്ടുള്ള പ്രകൃതക്കാര് ഒരു ദയാദാക്ഷിണ്യം അവർക്ക് ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് അവരോട് കൽപ്പിച്ചത് അവരത് അനുസരിക്കും അവരൊരാളോടും ഒരു മമതയോ സ്നേഹമോ അവർക്ക് ഉണ്ടാവൂല. പിന്നെ നരകത്തിന്റെ വ്യാപ്തിയും ആഴത്തെ കുറിച്ച് പറഞ്ഞു നമ്മളൊരു പറഞ്ഞു, ഒരു കല്ലിട്ടാൽ വർഷങ്ങൾ എടുത്തിട്ട് അത് താഴേക്ക് എത്തുകയുള്ളൂ. പിന്നെ അതുപോലെ പല ദറക്കാത്തുകൾ, പല തട്ടുകളിലായിട്ടായിരിക്കും നരകം ഉള്ളത് അത് എന്തുകൊണ്ടാവും, പല തരത്തിലുള്ള ആളുകളുണ്ട് പല ശിക്ഷയും അനുഭവിക്കേണ്ടവരുണ്ട്. അപ്പൊ ആ ശിക്ഷയുടെ കാഠിന്യത്തിനനുസരിച്ചും പിന്നെ സ്വഭാവം അനുസരിച്ചും പല തട്ടുകൾ, സ്വർഗത്തിലുള്ള ദർജകളെ പോലെ തന്നെ നരകത്തിൽ ദറക്കാത്തുകളുണ്ട്. ഇനി കവാടങ്ങള് നമ്മൾ സ്വർഗത്തിൽ 8 ആണെങ്കിൽ ഇവിടെ 7 കവാടങ്ങളാണ് ഓരോ കവാടത്തിൽ കൂടെയും ആളുകൾ പ്രവേശിക്കാറുണ്ട്. ഒരു കവാടം പോലും ഒഴിഞ്ഞു കിടക്കൂല. അതിന് പറ്റിയ ആളുകൾ അതിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇന്ധനങ്ങൾ പറഞ്ഞു, മനുഷ്യരും കല്ലുകളുമാണ് ഇന്ധനമായിട്ട് നരകത്തിലുള്ളത്. കല്ലുകൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ ആരാധിച്ച വസ്തുക്കൾ, ആരാധ്യ വസ്തുക്കൾ വിഗ്രഹങ്ങളും എല്ലാം അതിൽ പെടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ചൂട് അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചൂടാണ്. അതിന്റെ ആ ഒരു ചൂടിന്റെ ഒരു കഠിനതയും പിന്നെ അതുപോലെ കരിമ്പുകകളും തീപ്പൊരികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഓരോ തീപ്പൊരികളും ഒരു ഒട്ടകക്കൂട്ടകൾ അത്രയും വലുപ്പമായിരിക്കും അതിൽ നിന്ന് പുറപ്പെടുന്ന തീപ്പൊരികളുടെ ഒരു വലുപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാന്ന് കരുതുകയാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചിട്ട് നമ്മൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്യാനും പിന്നെ നാളെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മളെല്ലാവരും അവനവനും അവരവരുടെ കുടുംബവും അതുപോലെ ബാക്കി എല്ലാവരും ഒരുമിച്ച് തന്നെ പ്രാർത്ഥനയിലുള്ളവരെ ഉൾപ്പെടുത്തുക. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എന്തെങ്കിലും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ആമീൻ. ഭയാനകമായ നരകത്തെ കുറിച്ച് കേട്ടപ്പോൾ വല്ലാത്തൊരു ഭയം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ. ഹന്ന ബാറക്കല്ലാഹു ഫീക്. കൊറേ ചോദ്യം ചോദിച്ചപ്പോ ഉത്തരം പറയാൻ വിചാരിക്കുമ്പോ മ്യൂട്ടാക്കും. മ്യൂട്ട് ആക്കിയിട്ടില്ലെന്ന് കരുതിയത് കേട്ടാ. ഞാൻ പറഞ്ഞിരുന്നല്ലോ മ്യൂട്ട് ആക്കിയിട്ട് നമുക്ക് എന്നിട്ട് ഡിസ്കഷൻ അല്ല പോലെ. അറിയുന്ന പിന്നെ ഇതല്ലേ ഉത്തരങ്ങളല്ലേ, അല്ല എന്താ പറയാ ആയത്തുകള്. എന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞേ ഇപ്പോൾ മ്യൂട്ടാണ്. എന്നെ എന്താ പറഞ്ഞിട്ടില്ലായിരുന്നു ആരെയും മ്യൂട്ട് ആക്കാൻ. അപ്പൊ മ്യൂട്ട് ആക്കാൻ നമുക്കൊരു ഡിസ്കഷൻ പറയാന്നൊക്കെ കരുതിയിട്ട് തന്നെയാ. പക്ഷെ മ്യൂട്ട് ആക്കിയാ
പറഞ്ഞില്ല. അത് അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചോദിച്ചോണ്ടിരുന്നത്. പിന്നെ എനിക്ക് സൗണ്ട് തോന്നി. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേക്ക് ഞാൻ മ്യൂട്ടാക്കിയതാണ്. ആ ആ ആ ഏതോ ഒരാളുടെ ഇങ്ങനെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടേ. ആ ആ ആ. ഇൻഷാല്ലാ നീ ആ, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഏറ്റവും ഞാൻ നല്ലത് ഭയങ്കര അടങ്ങാറാണ്. ഓതുന്നതിന് എന്തൊരു വിഷമമെന്നറിയോ മ്യൂട്ടാക്കിയില്ലെങ്കിൽ. ആ രാവിലെ അല്ല ചെറിയ മ്യൂട്ടായി ടീച്ചറെ ക്ലാസ്സിനല്ല. അല്ല പരക്കെ ചോദ്യം വരുമല്ല. ഓ അല്ല മ്യൂട്ടാക്കിയില്ലെങ്കിൽ പരക്കെ ചോദ്യം വരുമല്ല. ആ ആ. ഇല്ല ഇനി ഉണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ. നമുക്ക് ഇൻഷാല്ലാ പറ്റുമെങ്കിൽ അടുത്ത ഞായറാഴ്ച കണ്ടിന്യൂ ചെയ്യാം ഇൻഷാല്ലാ. മീറ്റിംഗ് ഇൻഷാ എൻഡ് ചെയ്യാൻ നസീറ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? വേറെ ആരുള്ള? കമറും ഇല്ല, റഹ്മത്തില്ല. ടീച്ചർക്ക് പറ്റൂലേ? ഉണ്ടല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ. എന്നാ മീറ്റിംഗ് എൻഡ് ചെയ്യാം അല്ലേ?